അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിരുത്തല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ബറക്കത്ത് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ കടം വരാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് അധികരിക്കുവാനും നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാകുവാനും നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട നമ്മുടെ കടങ്ങൾ പെട്ടെന്ന് വീടിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട ഒരു ദിക്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ട് വലിയ രീതിയിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ അമിതമായിട്ടുള്ള ഉറക്കം. അമിതമായി ഉറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സമയത്തും ഒരു ഉന്മേഷം ഉണ്ടാകൂല. മാത്രമല്ല അവരുടെ ഒരു കാര്യത്തിലും ബറക്കത്തും ഉണ്ടാകൂല. മാത്രമല്ല അവർക്ക് എന്നും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുന്ന വീട്ടിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയും ചെയ്യൂല. ഇങ്ങനെ രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുന്നവരുടെ വീട്ടിൽ പണം നിൽക്കില്ല. അവർക്ക് എന്നും കടമായിരിക്കും ഉണ്ടാകുക. എന്നാൽ രാത്രി സമയത്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണം. കാരണം വൃത്തിയില്ലാത്ത വീടുകളിലും ഐശ്വര്യവും ബറക്കത്തും ഉണ്ടാകില്ല. അപ്പോൾ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഒരു കാരണവശാലും രാവിലത്തേക്ക് അത് മാറ്റിവെക്കരുത്. അങ്ങനെയുള്ള വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലും നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങൽ. അങ്ങനെയുള്ള വീട്ടിലും ദാരിദ്ര്യമുണ്ടാകും. മാത്രമല്ല ആ വീട്ടിലുള്ളവരുടെ ഒരു കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാകുകയും ചെയ്യൂല. അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് മാറാല തട്ടാത്ത വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകൂല. ആ വീട്ടിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ബാത്റൂം വൃത്തിയായി കഴുകാത്ത വീട്ടിലും ബറക്കത്ത് ഉണ്ടാകൂല. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെയും വീടിൻ്റെയും ചുമരിൻ്റെ ഓട്ടകളിൽ മുടിക്കെട്ട് തിരികെ വെച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ബറക്കത്ത് ഉണ്ടാകില്ല. ആ വീട്ടിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മുടിക്കെട്ട് വീട്ടിലും ബാത്റൂമിൻ്റെ ഓട്ടകളിലുമൊന്നും തിരികെ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും നമ്മുടെ കിച്ചണും നല്ല വൃത്തിയിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യമാണ് വൃത്തി എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വൃത്തി ഉണ്ടാകണം.
വൃത്തി ഉണ്ടായാൽ തന്നെ നമുക്ക് മനസ്സിന് വലിയ സമാധാനവും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അങ്ങാടികളിൽ ആദ്യം എത്തുന്നത്. അങ്ങാടികളിൽ ആദ്യം എത്തുന്ന ആൾക്കും അങ്ങാടികളിൽ നിന്ന് അവസാനം പോരുന്ന ആൾക്കും ഒരിക്കലും ബറക്കത്തും ഉണ്ടാവില്ല. അവർക്ക് എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് തുന്നിയാൽ നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടും. നമുക്ക് എന്നും ദാരിദ്ര്യമുണ്ടാകും. അതായത് നമ്മൾ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ടിന് എവിടെയെങ്കിലും ഒരു കീറൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷർട്ട് ഇട്ടുകൊണ്ട് അത് തുന്നരുത്. അങ്ങനെ നമ്മൾ തുന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. ജീവിതത്തിൽ വലിയ പരാജയമാണ് നമുക്കതുകൊണ്ട് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാൽ തന്നെ നമുക്ക് കടം അധികരിക്കും, ദാരിദ്ര്യം അധികരിക്കും, നമുക്ക് ഒരു കാര്യത്തിലും ബർക്കത്ത് ഉണ്ടാകില്ല, നമുക്ക് ഒരു സമയത്തും മനസ്സമാധാനമുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇതൊക്കെയും പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയത്തിന് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ആദ്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റുന്ന ഒരു അത്ഭുത ദിക്റാണ് യാ ലത്തീഫ് എന്ന ഈ ദിക്റ്. മയം ചെയ്യുന്നവൻ എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ഈ ദിക്റ് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും. ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ 100 കോടി കടമുണ്ടെങ്കിലും ആ കടം അവനിക്ക് വീട്ടാൻ ഒരു മാർഗവുമില്ലെങ്കിൽ അവൻ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് അവനിക്ക് ഉറപ്പായിട്ടും ആ കടം വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവനിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്രയധികം വലിയ പ്രത്യേകതയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് ഇത്. ഈ ദിക്റ് ചൊല്ലി നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ എന്ത് കാര്യത്തിനാണോ ദുആ ചെയ്തത് ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കും. അത് നമ്മുടെ കടം വീടാനാണ് ഈ ദിക്റ് ചൊല്ലി നമ്മൾ ദുആ ചെയ്തതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കടം വീട്ടാനുള്ള പല മാർഗങ്ങളും നമ്മൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നമുക്ക് അള്ളാഹു കാണിച്ചു തരും. ഈ ദിക്റ് നമ്മൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം എല്ലാ ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല നിയ്യത്തോടു കൂടി നല്ല ഇഖ്ലാസോടു കൂടി യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലുക. ശേഷം സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്ത് 7 പ്രാവശ്യം ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതുകയും ചെയ്യുക. എന്നതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അത് നിറവേറ്റി തരുന്നതാണ്. ഈ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ദിക്റിൻ്റെ മഹത്വം ധാരാളമുണ്ട്. അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയധികം മഹത്വമുള്ള ഒരു ദിക്റാണ് ഈ ദിക്റ്. നേരത്തെ പറഞ്ഞ ആ ആയത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അള്ളാഹു അവൻ്റെ അടിമകളോട് വളരെ സൂക്ഷ്മമായി മൃദുലതയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ധാരാളം അനുഗ്രഹം നൽകുന്നവനുമാണ്. ആരെ ഏറ്റെടുക്കാനും അവന് ശക്തനാണ്, ആർക്ക് എന്തും കൊടുക്കാനും അവൻ കഴിവുള്ളവനുമാണ്. ഈ ലോകത്തുള്ള അവൻ്റെ പടപ്പുകളായ സകല ആളുകളുടെയും എല്ലാ കടങ്ങളും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അവൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവൻക്ക് അത് തീർക്കാൻ കഴിയുന്നതേയുള്ളൂ. അപ്പോൾ എത്ര കടമുള്ള ആളുകളും ഈ ദിക്ർ പതിവാക്കിക്കോളി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകുന്നതുമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളോട് വലിയ രീതിയിൽ മയം കാണിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ കടങ്ങൾ വീടിക്കിട്ടുവാനും നല്ല സമാധാനമുണ്ടാകുവാനും നല്ല സന്തോഷമുണ്ടാകുവാനും എല്ലാവരും ഈ ഇസ്മും ഈ ആയത്തും ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.